ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്വന്തം വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഏകദേശം വീട്ടിൽ കൂടിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിന് മേലെയായി കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ പ്രധാന വാതിലാണിത് കേട്ടോ. ഇറയം, നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയും, ഉമ്മറം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ നമ്മൾ ഇറയമാണിത്. നമ്മളെ നാട്ടിലെല്ലാം ഇതിന് ഇറയം എന്നാണ് പറയുക, പൂമുഖം എന്നെല്ലാം പറയൂലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന വാതിൽ. അപ്പോൾ നമുക്ക് വാതിൽ തുറന്നിട്ട് അകത്ത് കാണാം കേട്ടോ. വാതിൽ തുറന്ന് കഴിയുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഹാളാണ്. ഹാളിനോട് തൊട്ടിട്ട് തന്നെയാണ് നമ്മളെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. 2ാം നിലേൻ്റെ ഏതെങ്കിലും കാലം പണിയെടുക്കുമ്പം 2ാം നില എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത സ്റ്റെയർ കേസാണ്, വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഹാളിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 വശത്തായിട്ടാണ് ഓരോ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമാണ് നമ്മളെ വീട്ടിനുള്ളത്. ഇത് നമ്മളെ ഹാള്. ഇതെല്ലാം എൻ്റെ മോൾക്ക് കിട്ടിയ മെഡലുകളും ട്രോഫിയെല്ലാം കേട്ടോ. ടിവിയോ ആ ഒരു ഷോക്കേസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. നേരെ പോകുമ്പോൾ തന്നെ കാണുന്ന സോഫേൻ്റെ കോർണറാണ്. അത് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ആടിയോടിയെല്ലാം മാറ്റി വെക്കൽ തന്നെ എൻ്റെ നിത്യം പണി. അപ്പോൾ ഒരു ഡ്രസ്സിങ് ഷെൽഫെല്ലാം ഉള്ള ഒരു റൂമാണിത്. ഏകദേശം ഒരു 1050 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. 1100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നമ്മളെ വീട്. ഇത് സ്റ്റെയർ കേസിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടേനു. അപ്പോൾ ഒരു കട്ടിലും കടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഏകദേശം ആരെങ്കിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലെല്ലാം നമ്മൾ ആ ഒരു റൂമും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കാണുന്നത് അടുത്തൊരു ബെഡ്റൂമാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. അങ്ങനെ നമുക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇത് കുറച്ച് വലിപ്പമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് നമ്മളെ ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂം എന്ന് പേരേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഓണത്തിന് വിഷുവിനും അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലാണ് കുടുംബങ്ങളെല്ലാം ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണമെല്ലാം കഴിക്കുക. അല്ലെങ്കിൽ എല്ലാവരും ഭക്ഷണം എടുത്തിട്ട് ടി വി കണ്ടിട്ട് ഹാളിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. എന്നാലും ഡൈനിങ് റൂം തന്നെയാണ് പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. വാഷ് ഏരിയ എല്ലാം ഉണ്ട്, ഫ്രിഡ്ജും എല്ലാം നമ്മൾ ഡൈനിങ് റൂമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് റൂമിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് നമ്മളെ അടുക്കളയിലേക്കാണ്. അടുക്കള ഒരു ചെറിയൊരു പാകത്തിനുള്ള അടുക്കളയാണ്, വലിയൊരു അടുക്കളയൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് പെരുമാറാൻ പറ്റിയ ഒരു കുഞ്ഞി അടുക്കള. അടുക്കളയും വർക്കേരിയും ഒപ്പരം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി.